75 ചെറിയ പടങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും എന്നെ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചതിലൂടെയാണ് ഞാൻ ആളെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയതും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാരനാകുന്നത്. ഇടയ്ക്ക് കുറേ നാൾ അതായത് ഒരിക്കൽ പടങ്ങളില്ലായിരുന്നു. ആദ്യത്തെ 8-10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല, പറയത്തേ ഉള്ളൂ, അത് ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം ഞാനും ഈ പടം 10-40 ദിവസം അഭിനയിച്ചു. നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ മേനെ കുറിച്ച് ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്, ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേക്കാളും വേണ്ടിയിട്ട് അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടെ നിന്ന് തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്, അല്ലാതെ മറന്നുമല്ല. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പടത്തെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ CB ഉണ്ണികൃഷ്ണൻ എല്ലാ പടങ്ങളും കാണുന്നതാണ്, എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. ഞാൻ തുടരും സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ 16 കിലോ നിൽക്കുമ്പോൾ എനിക്കൊരു വിളി വരും, വെച്ചിട്ട് ഞാൻ ഇത് ഉണ്ണികൃഷ്ണൻ എന്ത് എൻ്റെ ഒരു പടം അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നല്ലൊരു വേഷമാണ്, ഒരുപാട് ദിവസം വേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ രഘുമോഹൻ സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഞാൻ പടത്തിൽ വന്നത്. പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉഗ്രവേഷമാണ്, തൂങ്ങിട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷവും ഇതുകൊണ്ട് ഏറ്റവും നല്ല പടമായിരിക്കും. ഷെക്കേണ്ടി കൊടുത്തു അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കുന്നത്, ഈ നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സായിട്ട് അഭിനയിക്കുമ്പോൾ അവരുടെ രീതിയിലെ സ്റ്റൈലൊക്കെ നമ്മളിലേക്ക് അങ്ങ് അറിയാതെ കയറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഒരു മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, 12 ചേട്ടനിലൂടെയൊക്കെ നമ്മൾ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അംശം എങ്ങനെയോ കലർന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു, സെറ്റിൽ വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന രീതി ഞാൻ പറയും. ആദ്യത്തെ പുള്ളി ആദ്യം ഞാൻ നടന്നു വന്നിട്ട് ക്യാമറമാനോട് പറയും, ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ ട്രോളിയിട്ട് ഇങ്ങനെ വരണം, എന്നിട്ട് ഇവിടുന്ന് 2 പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് റെഡിയാണ്. ഓക്കെ, ക്യാമറ ഓക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പേര് രാജേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് വരുന്നു, എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഞാൻ അതുപോലെ ചെയ്യാം. പ്രത്യേകം അസോസിയേറ്റ് ഡയറക്ടർ വെച്ചിട്ട് ഡയലോഗ് കേൾക്കണ്ടേ, ഈ ഡയലോഗ് രാജേട്ടൻ പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോളി പറയും. നിങ്ങൾ 2 പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കുറച്ച് ഞാൻ പ്രൊഡക്ഷൻ പോയി, ഒരു കയ്യിൽ ജ്യൂസും ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണം? എനിക്ക് പറഞ്ഞാൽ സെറ്റിലെല്ലാം ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പം ഞാൻ വീട്ടിൽ പറയുന്നത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു പുള്ളിയുടെ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചെയ്തികളും ഉണ്ട്. ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇനി ഇങ്ങനെ വേഷം തന്നതിൻ്റെ ഗോകുലും കാലം ചേട്ടനും ഉണ്ണികൃഷ്ണൻ എല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരും എനിക്ക് എങ്ങനെ കഥയെന്ന് പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു രൂപമുള്ളത് എന്നെ വിളിച്ച് ഇനി രോഗിയായിട്ട് കിടത്താനാണോ എന്നൊരു വിചാരിച്ചു. പക്ഷേ അല്ല, ഉഗ്രം റോളാണ്. പടം കാണുന്നത് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണാം, ഞാൻ കാണാം, റൈറ്റ് കാണാം.